ഹായ് മക്കൾസ്, വെൽക്കം ടു എജുപോർട്ട്. എല്ലാ മക്കൾക്കും എജുപോർട്ടിലേക്ക് സ്വാഗതം. വായനാ ദിനം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? വായനാ ദിനം എന്നാണ് മക്കളെ? ജൂൺ 19 വായനാ ദിനമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ എന്താണ് ഈ വായനാ ദിനമായിട്ടുള്ള പ്രത്യേകത, അല്ലെങ്കിൽ എന്തിനാണ് സാർ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്? മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത ഈ വീഡിയോ എന്താണ്? നമുക്കറിയാം, ഇപ്പൊ ഞാനൊക്കെ ചെറിയ ക്ലാസ്സിലായിരിക്കുമ്പോൾ ഓരോ ഒരു സ്പെഷ്യൽ ഡേക്കും നമുക്ക് എന്ത് തരാറുണ്ട്? ക്വിസ് കോമ്പറ്റീഷൻ നടക്കും സ്കൂളുകളിൽ, നന്നായിട്ട് തന്നെ നടക്കും. അത് മാത്രമല്ല, മെയിനായിട്ട് നടക്കുന്ന ഒരു ക്വിസ് കോമ്പറ്റീഷനാണ് ഈ വായനാ ദിനത്തിന് നടക്കും. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം അന്ന് നടക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ഗാന്ധി ജയന്തിക്ക് നടക്കാറുണ്ട്. അപ്പോൾ ഞാൻ അന്നൊക്കെ ചെയ്യാറുള്ളത് മെയിനായിട്ട് നമ്മൾ എന്തായിരിക്കും, കുറേ ബുക്ക് വാങ്ങും. എവിടുന്ന്? നമ്മുടെ ലൈബ്രറിന്നോ അല്ലെങ്കിൽ നമ്മുടെ ബുക്ക് സ്റ്റാളിലൊക്കെ പോയിട്ട് ബുക്ക് വാങ്ങിയിട്ട് അത് തലേ ദിവസം പഠിക്കലാണ് ചെയ്യുക. പക്ഷെ അത് മുഴുവൻ വായിച്ചു കഴിയുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കും. നമ്മളെ മണ്ടയിൽ നിൽക്കൂല, നമ്മുടെ ബുദ്ധിയിൽ നിൽക്കൂല, കാരണം മറന്നു പോകും അല്ലേ? അപ്പം നിങ്ങൾക്കിപ്പോൾ കുറേ കാര്യങ്ങൾ, ടെക്നോളജി വർദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ഫോണായി, ഇന്റർനെറ്റ് കണക്ഷനായി, എല്ലതുമായി. അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് വിരൽത്തുമ്പിലാണ് എല്ലാ കാര്യങ്ങളും. അപ്പൊ അന്ന് ഞങ്ങൾക്ക് കിട്ടാതെ പോയത് ഇന്ന് നമ്മുടെ മക്കൾക്ക് കിട്ടാതെ പോയത്. അതുകൊണ്ട് എല്ലാ സ്പെഷ്യൽ ഡേയിലും നിങ്ങൾ സ്കൂളിൽ നിന്ന് കഴിഞ്ഞാൽ അത് സബ് ജില്ല ഉണ്ടാവും, സബ് ജില്ല കഴിഞ്ഞാൽ ജില്ലാ തലം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലെവലിൽ ഉണ്ടാവും. അപ്പൊ സ്റ്റേറ്റ് ലെവലിൽ നമുക്ക് 1ാം റാങ്ക് കിട്ടുന്ന രൂപത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ തയ്യാറാക്കിയിട്ട് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ മക്കളെ, ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. എന്തിനാണെന്ന് വെച്ചാൽ ഇത് വെറുതെ നമ്മൾ വെറും വർത്താനം പറയുന്നതല്ല, അല്ലെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾക്ക് മുമ്പുള്ള വീഡിയോസ് ഒക്കെ എടുത്തു നോക്കിയാൽ മതി. സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളും നമ്മൾ ഇതിലൂടെ ചെയ്യും. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനൽ ഉണ്ടായിട്ടും. അതുപോലെ തന്നെ ഇനി നിങ്ങൾ അറിയാതെ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കയറി കഴിഞ്ഞാൽ ഒരു ലിങ്ക് കാണാൻ പറ്റും. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാനലിലേക്ക് കയറാനുള്ള ലിങ്കാണത്. അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ഇട്ടുതരും. നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ, നമ്മുടെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിലൂടെ ഇട്ടുതരും. അപ്പം മക്കൾ അറിയാതെ പോകുന്ന ഒരു വിഷയം ഉണ്ടല്ലോ, നമ്മൾ എന്തായാലും വാട്സപ്പ് എന്തായാലും ഓപ്പൺ ആക്കി നോക്കും. യൂട്യൂബ് ഓപ്പൺ ആക്കി നോക്കിയില്ലെങ്കിലും വാട്സപ്പ് ഓപ്പൺ ആക്കി നോക്കും. അപ്പോൾ നമുക്ക് അതിൽ ലിങ്ക് കിട്ടും. നമുക്ക് കയറി നോക്കാം എന്താണ് പുതിയ അപ്ഡേറ്റ്, അല്ലെങ്കിൽ എന്താണ് പുതിയ സംഭവങ്ങൾ. ഞാൻ മാത്രമല്ല, എല്ലാ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ ഈ ചാനലിൽ കിട്ടും. അതുപോലെ തന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇപ്പം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കി ക്ലാസ് കാണാം. ഓക്കെ മക്കളെ, അപ്പോൾ വായനാ ദിനവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും കുറച്ച് ഉത്തരങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. നോക്കല്ലേ മക്കളെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് എന്തായാലും ചോദിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ ക്ലാസ്സിലേക്ക്, വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതകളില്ല, അല്ലെങ്കിൽ വലിയ സ്റ്റേറ്റ് ലെവലിലേക്കൊക്കെ എത്തുമ്പോൾ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ സാധ്യത. ഒന്ന്, വായനാ ദിനം നമുക്കറിയാം ജൂൺ 19 നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുന്നത്? വായനാ ദിനം ആചരിക്കുന്നത് അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് മക്കളെ, എന്നാണ് അല്ലെങ്കിൽ ആരുടെ ചരമദിനമാണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്? ഒരു വ്യക്തിയുടെ ചരമദിനം. എന്താ ചരമദിനം എന്ന് പറയുന്നത്? മരണപ്പെട്ട ദിനം അല്ലെ? ആ ദിനമാണ് നമ്മൾ പിന്നീട് എന്തായി മാറിയത്? നമ്മൾ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. അതെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നാണെന്ന് നമുക്കറിയാം, ജൂൺ 19 ആരുടെ ചരമദിനം? അപ്പൊ ജൂൺ 19 പറ്റി ഒരുപക്ഷെ ചോദിക്കാൻ സാധ്യതയില്ല. അതിൽ ചോദിക്കൽ ചിലപ്പം ഏത് വർഷം മുതലാണെന്ന് ചോദിക്കും. അപ്പൊ ആ വർഷം എന്ത് ചെയ്യണം? ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ആ വർഷം എന്ത് ചെയ്യുക? ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. വർഷം നോട്ട് ചെയ്യണം, 1996. പിന്നെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ഡേ ഏതാണ്? ജൂൺ 19. ഇനി ആരുടെ ചരമദിനമാണെന്ന് വെച്ചാൽ PN പണിക്കരുടേതായിരുന്നു. അപ്പൊ PN പണിക്കരെ പറ്റി എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ? PN പണിക്കർ എവിടെയാണ് ജനിച്ചതെന്ന് ചോദിക്കും. PN പണിക്കരുടെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായിട്ട് കൊണ്ടാടുന്നത്. 1996 ജൂൺ 19 അല്ലെ? ഇനി നമ്മുടെ PN പണിക്കർ ജനിച്ചത് എവിടെയെന്ന് വെച്ചാൽ നീലംപേരൂർ, കോട്ടയത്താണ്. അപ്പൊ നിങ്ങൾ കോട്ടയം എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കാം. മേ ബി ആരും നീലംപേരൂർ എന്ന് എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ കോട്ടയം എഴുതിയാൽ മാർക്ക് കിട്ടും. അപ്പൊ കോട്ടയം എന്നും പഠിച്ചു വെക്കാം, നീലംപേരൂർ എന്ന് വെക്കാം. ചിലപ്പോൾ PN പണിക്കർ, ചിലപ്പോൾ നീലംപേരൂർ ചെറിയ കുഞ്ഞു മക്കളല്ലേ, നീലംപേരൂർ എന്നുള്ള സ്ഥലം അറിയില്ലെങ്കിലോ, അതുകൊണ്ട് ഏത് ജില്ലയിലാണ് ജനിച്ചതെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. കോട്ടയം ജില്ലയിലാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ PN പണിക്കർ ജനിച്ചത്. ഓക്കെ അല്ലേ? ഇനി PN പണിക്കരുടെ മുഴുവൻ പേരെന്താ? PN പണിക്കർ. PN നമ്മുടെയൊക്കെ ഇനീഷ്യലില്ലേ, ആ ഇനീഷ്യലിന് ഒരു ഫുൾ നെയിം ഉണ്ടാവൂലേ? അതുപോലെ തന്നെ PN പണിക്കരുടെ മുഴുവൻ പേരെന്ന് വെച്ചാൽ പുതുവായിൽ നാരായണ പണിക്കർ എന്നായിരുന്നു ആരുടെ നെയിം? PN പണിക്കരുടെ മുഴുവൻ പേരെന്താണ്? പുതുവായിൽ നാരായണ പണിക്കർ. അതുപോലെ തന്നെ കേരളത്തെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? അതും അദ്ദേഹം തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. എന്തായാലും അദ്ദേഹത്തിന്റെ ചരമദിനമാണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങളെ പറ്റി ക്വസ്റ്റ്യൻ എന്തായാലും മക്കളോട് ചോദിക്കും. അപ്പൊ നോക്കി വെക്കണേ. അതായത് കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരെന്ന് വെച്ചാൽ അതും അദ്ദേഹം തന്നെയാണ്, PN പണിക്കറാണ്. PN പണിക്കരുടെ ചിത്രം
നമുക്ക് സ്റ്റാമ്പൊക്കെ വരില്ല, ജവഹർലാൽ നെഹ്റു അതുപോലെ തന്നെ അങ്ങനെ കുറേ ആൾക്കാരുടെ സ്റ്റാമ്പ് ഉണ്ടാവാറില്ലേ മക്കളെ, നമ്മൾ നോട്ട്ബുക്കിലൊക്കെ നമ്മൾ ഒട്ടിച്ച് വെക്കും. അങ്ങനെ സ്റ്റാമ്പ്, അതുപോലെ തന്നെ സ്റ്റാമ്പ് എന്തിനാണ് വരുന്നത്, നമ്മൾ വെറുതെ നോട്ട്ബുക്കിൽ ഒട്ടിച്ച് വെക്കും. സാധാരണ സ്റ്റാമ്പ് എന്തിനാണ്, നമ്മൾ എവിടേക്കെങ്കിലും എന്തെങ്കിലും മെയിൽ അയക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അയക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുമ്പോൾ ഒരു സ്റ്റാമ്പ് ഒട്ടിക്കാറുണ്ട്. അങ്ങനെ PN പണിക്കരുടെ ചിത്രത്തിലും ഒരു സ്റ്റാമ്പ് വന്നിട്ടുണ്ട്. അത് എന്ന് മുതലാണ് സ്റ്റാമ്പ് പുറത്തിറക്കിയെന്ന് വെച്ചാൽ 2004 ജൂൺ 19 തന്നെ. എന്താണ് ജൂൺ 19 വായന ദിനം അന്നാണ്. ഓക്കെ, അപ്പൊ 2004 ജൂൺ 19 എന്ത് ചെയ്യുന്നത്, ഇത് ആചരിക്കുന്നത്. അപ്പൊ അത് ക്ലിയർ ആണല്ലോ, സ്റ്റാമ്പ് പുറത്തിറക്കിയെന്നൊക്കെ അറിയാം. പിന്നെ അതുപോലെ തന്നെ മലയാള ഭാഷയുടെ പിതാവ് ആരാണ് മക്കളെ, അതെന്തായാലും നിങ്ങളോട് ചോദിക്കും, എന്തായാലും ചോദിക്കും, മലയാള ഭാഷയുടെ പിതാവ് ആരാണെന്ന്. പിതാവ് ആരാണെന്ന് വെച്ചാൽ എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ്. എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവായിട്ട് വരുന്നത്. ഇനി കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാര്, അപ്പൊ എനിക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നടാ, എഴുത്തച്ഛനും തുഞ്ചത്ത് രാമാനുജൻ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ചൻ നമ്പ്യാരൊക്കെ ഇല്ലേ, അവര് തമ്മിൽ ഇയാൾ നമ്മുടെ എഴുത്തച്ഛന്റെ മുഴുവൻ പേരാണ് എന്തെന്ന് പറയുന്നത്, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ആരെന്ന് പറയുന്നത്, ഈ എഴുത്തച്ഛൻ. ഈ എഴുത്തച്ഛനാണ് മലയാള ഭാഷാ പിതാവ് എന്ന് പറയുന്നത്. നമുക്കൊരു പിതാവുണ്ട് അല്ലേ, മലയാള ഭാഷയ്ക്ക് ഒരു പിതാവുണ്ട്. ആ പിതാവിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ എഴുത്തച്ഛൻ. അപ്പൊ എഴുത്തച്ഛന്റെ പേരെന്തായിരുന്നു, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ എഴുത്തച്ഛനും എനിക്ക് കുഞ്ചൻ നമ്പ്യാർ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോണ്ട്. അപ്പൊ മനസ്സിലാക്കണേ, കുഞ്ചൻ നമ്പ്യാർ വേറെ എനിക്കുണ്ടായതാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവാറ് സാധ്യതയില്ല. നിങ്ങളൊക്കെ അടിപൊളി മക്കളല്ലേ, ഞാൻ ഇന്ന പോലെ അല്ലല്ലോ അല്ലേ. അപ്പൊ ഓക്കെ, അതുപോലെ തന്നെ മക്കളെ മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെട്ട കവികളാണ്. ആധുനിക കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്ന 3 പേരുണ്ട്. ഇത് ഞാൻ 7ലും 8ലും 9ലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്, അന്ന് ചോദിച്ചത്. നമുക്ക് ഇപ്പോഴും അറിയില്ല, നമ്മൾ പേര് എഴുതിക്കും, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, അങ്ങനെ കുറച്ച് പേരുകൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ എഴുതണം. അന്നാരായിരുന്നു, കുമാരനാശൻ, ഉള്ളൂർ, വള്ളത്തോൾ, ഇവരായിരുന്നു എന്തെന്ന് പറയുന്നത്, ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെട്ട 3 കവികൾ എന്ന് പറയും. ആധുനിക കവിത്രയങ്ങൾ എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. ഒന്ന് നമ്മുടെ ആശാൻ, പിന്നെ ഉള്ളൂർ, വള്ളത്തോൾ, ഇവരാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആളുകളാണ്. ഇവരെയാണ് ആധുനിക കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇനി ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥ എഴുതിയത് ആരാണ്? ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ ഭൂമിയുടെ അവകാശികൾ. എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണ് ആ കഥയിൽ പറയുന്നത്, നമ്മുടെ ഇപ്പൊ പാമ്പ് അല്ലെങ്കിൽ ചെറിയ ചെറിയ മൃഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആട്ടി ഓടിക്കുന്നുണ്ട്. നമ്മളെ മരത്തിൽ വന്ന ചെറിയ ചെറിയ കിളികളെ നമ്മൾ ആട്ടി ഓടിക്കും. പക്ഷെ ഈ ഭൂമി എന്ന് പറയുന്നത് അവരും കൂടി അവകാശികളാണ്. നമ്മൾ മാത്രമല്ല, മനുഷ്യർ മാത്രമല്ല, നമ്മുടെ വീട്ടിൽ എന്താണ് ചെറിയ ചെറിയ പ്രാണികൾ ഉണ്ടാവും, അവരുടെ കൂടിയാണ് ഈ ഭൂമി. അപ്പൊ ഭൂമിയുടെ അവകാശികൾ എന്നുള്ള ആ ഒരു കഥ എഴുതിയ ആളാണ് വൈക്കം മുഹമ്മദ് ബഷീറാണ് അല്ലെ. പാത്തുമ്മയുടെ ആടൊക്കെ എഴുതിയ വൈക്കം മുഹമ്മദ് ബഷീറാണ് ഭൂമിയുടെ അവകാശികൾ എന്ന കഥ എഴുതിയത്. ഇനി മലയാളം അച്ചടിയുടെ പിതാവാരാണ്? മലയാളം അച്ചടി അതൊരു എന്താണ്, നമ്മുടെ വിദേശിയായിരുന്നു, നമ്മുടെ കേരളക്കാരനല്ല, ബെഞ്ചമിൻ ബെയ്ലി ആയിരുന്നു എന്തെന്ന് പറയുന്നത്, മലയാളം അച്ചടിയുടെ പിതാവായിട്ട് വരുന്നത്. മലയാളം അച്ചടിയുടെ പിതാവ്. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യ സന്ദേശ കാവ്യം ആരുടെ വെച്ചാൽ ഉണ്ണുനീലി സന്ദേശം. അപ്പൊ ഇതധികം ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഇല്ല. ഇത് കുറച്ചും കൂടി എന്താണ് നമ്മൾ പറയില്ലേ, സബ് ജില്ലാ തലങ്ങളിലൊക്കെ വരാനുള്ള, നിങ്ങൾ സ്കൂൾ തലങ്ങളിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. മലയാളത്തിലെ ആദ്യ സന്ദേശ കാവ്യം ആരുടെ വെച്ചാൽ ഉണ്ണുനീലി സന്ദേശമായിരുന്നു. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക. അപ്പം നമ്മൾ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കണേ. ഒന്ന് സന്ദേശ കാവ്യമാണ്, മറ്റേ സാഹിത്യ മാസികയാണ്. അപ്പൊ നമുക്ക് സന്ദേശം അല്ലെങ്കിൽ അങ്ങനത്തെ പേരുകളൊക്കെ കയറുമ്പോൾ ഒരു ഡൗട്ടുകൾ വരും. പ്രത്യേകിച്ച് ക്വിസ് കോമ്പറ്റീഷൻ ഇങ്ങനെ നമുക്കിങ്ങനെ കൺഫ്യൂഷൻ വരും. കാരണം കുറഞ്ഞ സമയം കിട്ടുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്കും അടുത്ത ക്വസ്റ്റ്യൻ വരും. അപ്പൊ നമുക്ക് സമയം ഉണ്ടാവില്ല ആലോചിക്കാനുള്ള. അപ്പൊ നന്നായിട്ട് ആ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കണം. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസികയാണ് വിദ്യാവിനോദിനി. വിദ്യാവിനോദിനി, വിദ്യയുടെ പേരൊക്കെ വരുന്നത്. ഓക്കെ, വിദ്യാവിനോദിനി. ഇനി ഇതാ എപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്, വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം. വെളിച്ചം ദുഃഖമാണുണ്ണി അല്ലേ, തമസ്സല്ലോ സുഖപ്രദമം. ആരായിരുന്നു മക്കളെ സുഖപ്രദം? ആരായിരുന്നു, ആരുടെ വരികളായിരുന്നു ഇതെന്ന് പറയുന്നത്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വരികളാണ് ഇത്. വെളിച്ചം അല്ലെ, എന്താണ്, വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം. ആരുടെ വരികളാണ്? അച്യുതൻ നമ്പൂതിരിയുടെ. ഇനി രാമായണം, മക്കൾക്കൊക്കെ അറിയാലോ രാമായണം. ഈ രാമായണം എഴുതിയത് ആരാണ്? അപ്പൊ ഞാനൊക്കെ അന്ന് എഴുതിയിട്ടുള്ള എഴുത്തച്ഛൻ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അല്ല കേട്ടോ, ആരാണ്? രാമായണം എഴുതിയത് നമ്മുടെ വാൽമീകിയാണ്. ആരെന്ന് പറയുന്നത്? രാമായണം എഴുതിയത് വാൽമീകിയാണ്. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലകുറുപ്പിനെയാണ് കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത്. ഇനി മലയാളത്തിലെ ആദ്യ നിഘണ്ടു അല്ലെ, ഡിക്ഷണറി എന്നൊക്കെ പറയില്ലേ, ഇത് 10ാം ക്ലാസ്സിൽ ഓൾറെഡി നമുക്കൊക്കെ പഠിക്കാനുള്ളതാണ്. 10ാം ക്ലാസ്സിലൊക്കെ ഇപ്പൊ പഠിക്കുന്നു. ഇനി ടെക്സ്റ്റ് ബുക്കും അങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ ഭാവിയിൽ അതൊന്നും പഠിക്കണമെന്നില്ല. ഓക്കെ, മലയാളത്തിലെ ആദ്യ നിഘണ്ടു, വ്യാകരണ ഗ്രന്ഥം എന്നിവ രചിച്ചത് ആരാണ് മക്കളെ? ആരായിരുന്നു? അത് ഹെർമൻ ഗുണ്ടർട്ട് ആയിരുന്നു. ആരായിരുന്നു? ഹെർമൻ ഗുണ്ടർട്ട് ആയിരുന്നു ഈ മലയാള ആദ്യ നിഘണ്ടു കാര്യങ്ങളൊക്കെ എഴുതിയത്.
അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ കൃതിയായി കരുതപ്പെടുന്നത് രാമചരിതം. ആദ്യത്തെ സമ്പൂർണ്ണ മലയാള കൃതി ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. ഇതൊക്കെ നന്നായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ച് നന്നായിട്ട് വെക്കണം. വീണപൂവ് എഴുതിയതാണ് നമ്മുടെ ആശാനാണടാ. നമ്മുടെ ആശാനാണ് ആര്? കുമാരനാശനാണ് വീണപൂവ് എഴുതിയത്. കുമാരനാശനാണ് വീണപൂവ് എഴുതിയ വ്യക്തി. അതുപോലെ തന്നെ ഓക്കെ, നമ്മുടെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്നറിയപ്പെടുന്ന നോവലാണ് ഇന്ദുലേഖ എന്ന് പറയും. ഇന്ദുലേഖ അത് ചോദിക്കാറുണ്ട്. നമ്മുടെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാന്ന് ചോദിക്കും. ആ നോവൽ ഏതാണ്? ഇന്ദുലേഖയാണ്. ആ ഇന്ദുലേഖയുടെ കർത്താവ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് എഴുതിയെന്ന് വെച്ചാൽ ഓ ചന്തുമേനോനായിരുന്നു. ആരായിരുന്നു? ഓ ചന്തുമേനോനായിരുന്നു ഇതിന്റെ വ്യക്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രമണം എന്ന കാവ്യം എഴുതിയത് ആരാണ്? അത് ചങ്ങമ്പുഴയായിരുന്നു കേട്ടോ. ചങ്ങമ്പുഴ കുറേ കവികളെ കുറേ കൃതികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? വായനാ ദിനത്തിന് നന്നായിട്ട് വരും. പക്ഷെ ഇത് മാത്രം പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം മക്കളെ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലിൽ നിങ്ങൾ കയറിയിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് കയറണമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇത് ഞാൻ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ഒരു നേട്ടവുമില്ലേക്ക് നിങ്ങൾ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തുകൊണ്ടോ ഒന്നും. പക്ഷെ മക്കൾ കയറണം. നിങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്ന ഞങ്ങൾ എജുപോർട്ട് എന്താണ് നിങ്ങൾക്ക് തരുന്നത് അത് ഓരോ കുട്ടിയുടെ, ഏത് കുട്ടി, പാവപ്പെട്ടവനാവട്ടെ പണക്കാരനാവട്ടെ, വീടുള്ളവനാവട്ടെ ഇല്ലാത്തവനാവട്ടെ, പക്ഷേ നമ്മളെല്ലാവരെയും ഒരേപോലെ കാണുന്നവരാണ്. നമ്മൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടു ഓൾ എന്നാണ്. എല്ലാവർക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും കിട്ടണമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ എജുപോർട്ട് മുന്നോട്ട് പോകുന്നത് തന്നെ. അതുകൊണ്ട് എല്ലാ മക്കളും കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം. എങ്ങനെയാണ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് ഒന്നും കൂടി പറയുന്നത്, നമ്മുടെ കമന്റ് ബോക്സിലെ ഈ വീഡിയോന്റെ താഴെ ഒരു കമന്റ് ഇടുന്ന ബോക്സിലെ ഇതിൽ പോയി കഴിഞ്ഞാൽ ഒരു ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എവിടേക്ക് എത്തും? ഊട്ടി വഴി, എന്താ പറയല്ലേ, മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് എന്ന് പറഞ്ഞ പോലെ എൻ്റെ മക്കൾ എവിടെ എത്തും? ഒരു ലിങ്ക് വഴി നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് എത്തും. അപ്പോൾ നോക്കണേ, 1930 ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാള സാഹിത്യകാരൻ. വട്ടമേശ സമ്മേളനം നടന്നിൽ നിന്ന് 1930 അന്ന് എന്ത് നടക്കായിരുന്നു? അന്ന് നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു. പക്ഷെ അതിൽ നടന്ന ഒരു മലയാള സാഹിത്യകാരനും കൂടി ഉണ്ടായിരുന്നു. അയാളുടെ പേരാണ് സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കറെ പറ്റിയിട്ട് നിങ്ങൾ ഭാവിയിൽ പഠിക്കും. സർദാർ KM പണിക്കറാണ്. അതുപോലെ തന്നെ ഭാരത പര്യടനം എന്ന പ്രശസ്തമായ കൃതി രചിച്ച സാഹിത്യ നിരൂപകനാരാ? കുട്ടിക്കൃഷ്ണമാരാർ ആയിരുന്നു. കുട്ടിക്കൃഷ്ണമാരാരായിരുന്നു അതിൻ്റെ വ്യക്തി എന്ന് പറഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ. നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു ഇതാണ്. മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്ന പ്രശസ്തമായ നോവൽ രചിച്ചതാരാണ്? അത് മക്കളെ M മുകുന്ദനാണ്. ആരായിരുന്നു? M മുകുന്ദനാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്ന പ്രശസ്തമായ നോവൽ രചിച്ചത്. അതുപോലെ തന്നെ നീർമാതളം പൂത്തകാലം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് മാധവിക്കുട്ടിയാണ്. ഇതും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണേ. നീർമാതളം പൂത്തകാലം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് മാധവിക്കുട്ടി. ഇനി മഹാഭാരതം രചിച്ചതാരാണ്? അപ്പൊ എനിക്കൊക്കെ എപ്പോഴും തെറ്റാറുള്ള മഹാഭാരതം രാമായണം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും. രാമായണം ആരാണ്? വാൽമീകിയാണെങ്കിൽ മഹാഭാരതം വേദവ്യാസനാണ്. മഹാഭാരതം വേദവ്യാസനാണെങ്കിൽ നമ്മുടെ രാമായണം ആരാണ്? വാൽമീകിയാണ് രാമായണം. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്ത് മാറിപ്പോവും. കാരണം എനിക്ക് മാറിയിട്ടുള്ളതുകൊണ്ട് ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്കുണ്ടായ അനുഭവങ്ങൾ തന്നെ നിങ്ങൾക്കുണ്ടാവാം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് മക്കളെ മാറാൻ സാധ്യതയുള്ളത് ഒന്നും കൂടി കറക്റ്റായിട്ട് പഠിച്ച് മണ്ടയിൽ അങ്ങോട്ട് കയറ്റിപ്പോണം. ഓക്കെ, അടുത്ത നളചരിതം ആട്ടക്കഥ ആരാണ് രചിച്ചത്? ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലായിരുന്നു. നളചരിതം ആട്ടക്കഥ ആരാണ് രചിച്ചതെന്ന് വെച്ചാൽ ഉണ്ണായി വാര്യർ ആയിരുന്നു. ഉണ്ണായി വാര്യർ 10ാം ക്ലാസ്സിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. 7, 8 ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇപ്പൊ അത് ഏത് ബുക്കിലാണെന്നുള്ള എനിക്ക് കറക്റ്റ് അറിയില്ല. നളചരിത ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യർ ആയിരുന്നു. കേരള ശാകുന്തളം എന്ന് വിശേഷിക്കപ്പെടുന്ന കൃതിയാണ് ഈ നളചരിതം ആട്ടക്കഥ. കേരള ശാകുന്തളം എന്നറിയപ്പെടുന്ന ഏതിനെ? ഈ നളചരിതം ആട്ടക്കഥ. ആരാണ് രചിച്ചത്? ഉണ്ണായി വാര്യർ. ഈ ആസാം പണിക്കർ എന്ന കവിതയുടെ ആസാം പണിക്കർ അല്ലേ, നമ്മൾ ബംഗാളികൾ എന്നൊക്കെ പറയാറില്ലേ, ആസാം പണിക്കർ എന്ന കവിതയുടെ രചയിതാവ് വൈലോപ്പിള്ളി ശ്രീധര മേനോനായിരുന്നു. വൈലോപ്പിള്ളി ആയിരുന്നു നമ്മുടെ ആസാം പണിക്കർ എന്ന കവിത എഴുതി. ഈ മഹാകവി G ശങ്കരക്കുറുപ്പിന്റെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരം. മക്കൾ അങ്ങനെ പുരസ്കാരങ്ങളും കൂടി ഒന്ന് പഠിക്കണേ. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ്? ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയതാരാണ്? അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങളുണ്ട്. അതും നന്നായിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. മഹാകവി G ശങ്കരക്കുറുപ്പിന്റെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരമാണ് ഓടക്കുഴൽ എന്ന. ഓടക്കുഴൽ വിളി കേട്ടു. അതന്നെ. പിന്നെ അതുപോലെ തന്നെ ഖസാക്കിന്റെ ഇതിഹാസം. ഇത് നല്ല ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്ത് നിന്ന്. ഖസാക്കിന്റെ ഇതിഹാസം രചിച്ചതോ അല്ലെങ്കിൽ നോവൽ എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് O വിജയനാണ്. O വിജയനാണ് എന്തെന്ന് പറയുന്നത് OV വിജയൻ ട്ടോ. OV വിജയനായിരുന്നു നമ്മുടെ ഖസാക്കിന്റെ ഇതിഹാസം. നല്ല നോവലായിരുന്നു. അടിപൊളിയായിട്ട് പ്രസിദ്ധമാക്കപ്പെട്ട ഒരു നോവലാണ് OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്നത്. ഈ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആരാണ്?
എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ബാലാമണി അമ്മയാണെങ്കിൽ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ രണ്ടാമത്തെ വനിത ആരാണെന്ന് വെച്ചാൽ അത് കമലാ സുരയ്യയാണ് അല്ലെ. മാധവിക്കുട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന കമലാ സുരയ്യയാണ് രണ്ടാമത്തെ വനിത. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ വനിത അത് കമലാ സുരയ്യയാണ്. എന്നാൽ ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് വനിത ബാലാമണി അമ്മയായിരുന്നു. ഇനി മുത്തശ്ശി എന്ന നോവലിന്റെ കർത്താവ് ആരാണ്? അത് ചെറുകാട്. അത് അധികം ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. ഇനി അതുപോലെ തന്നെ മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യ കൃതിയാണ് വർത്തമാന പുസ്തകം. ഞാൻ ഇമ്പോർട്ടൻ്റ് തന്നെ കുറച്ചിട്ട് കൂടുതൽ പറയുന്നുണ്ട് കേട്ടോ. മറ്റൊരു ക്വസ്റ്റ്യൻ, സാമൂഹിക പരിഷ്കരണത്തെ ലക്ഷ്യമാക്കി വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച നാടകം. ഞാൻ 7ാം ക്ലാസ്സിൽ ഒരു 7ാം ക്ലാസ്സിൽ മലയാള സെക്കൻഡിൽ അന്ന് പഠിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു 13 വർഷങ്ങളൊക്കെ ആയിട്ടുണ്ടാവും പഠിച്ചു കഴിഞ്ഞിട്ട് അല്ലേ. 13-14 വർഷങ്ങളായിട്ടുണ്ടാവും. അന്ന് 7ാം ക്ലാസ്സിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള ഒരു രചിച്ച നാടകമായിരുന്നു. അത് നമുക്ക് കഥ പോലെ നമുക്ക് വായിച്ചു തന്നിട്ടുണ്ടൊക്കെ. അതാരായിരുന്നു? വി.ടി. ഭട്ടതിരിപ്പാടിന്റെ ഒരു നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അതുപോലെ തന്നെ മലയാളത്തിൽ ആദ്യത്തെ ചെറുകഥയാണ് വാസനാവികൃതി എന്ന് പറയുന്നത്. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ എന്നറിയപ്പെടും. കുറ്റിപ്പെൻസിൽ എന്ന് എഴുതിയതാരാണ്? അത് കുഞ്ഞുണ്ണി മാഷ്. കുറ്റിപ്പെൻസിൽ അങ്ങനത്തെ ചെറിയ കുഞ്ഞു കഥകൾ, കുഞ്ഞു കവിതകളൊക്കെ ആരാണ്? ഇതാ നമ്മുടെ കുഞ്ഞുണ്ണി മാഷാണ് അല്ലെ. കുഞ്ഞുണ്ണി മാഷിന്റെ ഭയങ്കര രസമാണ്. നമ്മൾ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലൊക്കെ കുഞ്ഞുണ്ണി മാഷിനെ കുറേ അറിയാൻ പറ്റും. ദി പോസ്റ്റ്മാൻ ആരുടെ ചെറുകഥയാണ്? ദി പോസ്റ്റ്മാൻ അത് രവീന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു. മാവേലി നാടുവാണിട കാലം. മനുഷ്യരെല്ലാം ഒന്നുപോലെ. നല്ല വരികളല്ലേ നമ്മൾ ഓണം വരുമ്പോഴൊക്കെ നമ്മൾ പാടാറുണ്ട്. മാവേലി നാട് വാണിയിടുകാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. അതാരാണ് മക്കളെ? സഹോദരൻ അയ്യപ്പനാണ് അല്ലെ. സഹോദരൻ അയ്യപ്പൻ ഇതാണ്. എല്ലാ മതങ്ങളും ഒരുമിച്ച് നിൽക്കണം, എല്ലാ മതങ്ങളും ഒന്നായിട്ട്, എല്ലാ മതങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാ മതങ്ങളുടെയും ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നന്മ തന്നെയാണ്. അതൊക്കെ വിളിച്ചോതുന്ന ഒരു വരിയാണ് മാവേലി നാട് വാണിയിടുകാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഇന്ന് കുറെ മതത്തിന്റെ പേരിലും കുറെ ജാതിയുടെ പേരിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അക്കാലത്ത് മാവേലി നാട് ഒരു ഐതിഹ്യമാണ്, ഒരു കഥ മാത്രമാണ്. പക്ഷെ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നെന്ന് ആര് പറയുന്നുണ്ട്? സഹോദരൻ അയ്യപ്പൻ പറഞ്ഞതാണ്. ചെറിയ ക്ലാസ്സിൽ 1ാം ക്ലാസ്സിൽ ഇപ്പോഴും നമ്മൾ ചെറിയ കുട്ടികൾക്ക് ചോറൊക്കെ കൊടുക്കുമ്പോൾ കാക്കേ കൂടെ വിട് കൂട്ടിലിരിക്കാൻ, അങ്ങനെ എന്തോ ഒരു പാട്ടില്ലടാ, കാക്കേ കൂടെ വിടുന്ന്. ആ കവിത രചിച്ചതാരാണ്? ഉള്ളൂർ എസ് പരമേശ്വരയ്യറാണ്. കാക്കേ കൂടെ വിട് കുട്ടിനിരിക്കാൻ ഞാനുണ്ട്, അങ്ങനെ തന്നെ എന്തോ ഒരു പാട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും പാടിക്കൊടുക്കുന്ന ഒരു പാട്ടാണ്. ഇനി മണ്ടൻ മുത്തപ്പ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏത് കഥയിലെ കഥാപാത്രമാണ്? മൂപ്പര കഥയിലൊക്കെ ഇങ്ങനത്തെ പേരുകൾ ഉണ്ടാക്കാം. മണ്ടൻ മുത്തപ്പ, മുച്ചിട്ടു കളിക്കാരന്റെ മകൾ, അതായിരുന്നു. ഇനി 1.25 കോടി മലയാളികൾ, നമ്മളെ കേരളത്തിന്റെ ഭാഷ മലയാളികൾക്കായിട്ട് ഒരു സ്റ്റേറ്റ് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കഥ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു രചനയാണ് 1.25 കോടി മലയാളികൾ എന്ന് പറഞ്ഞ ആരുടെയാണ്? നമ്മുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാടിന്റെ ആണ് 1.25 കോടി മലയാളികൾ എന്ന് പറയുന്നത്. 1.25 കോടി മലയാളികൾ എന്ന് പറഞ്ഞത് മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്ന ആരാണ്? അത് വള്ളത്തോൾ നാരായണമേനോനാണ്. മലയാള സാഹിത്യത്തിലെ പൂങ്കുയിലേ. പൂങ്കുയിൽ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നല്ല പാട്ടുകാരനൊക്കെ ആയതുകൊണ്ടാവും അല്ലേ. ഞാൻ അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടിട്ടില്ല. വള്ളത്തോൾ നാരായണമേനോനാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത്. അപ്പൊ മക്കൾ ഇതൊക്കെ പഠിച്ചു പോയാൽ നാളെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? ലക്ഷണമൊത്ത നോവൽ ഏതാണ് മക്കളെ? ലക്ഷണമൊത്ത നോവൽ, ആദ്യത്തെ നോവൽ എന്നല്ല, ലക്ഷണമൊത്ത നോവൽ ഏതാണ്? കുന്തലതയാണ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ മാപ്പിളപ്പാട്ട് കവി ആരാണ്? അത് നമ്മളെ കൊണ്ടോട്ടിയൊക്കെ അതിന്റെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലൊക്കെ അതിന്റെ ഒരു സ്മാരകങ്ങളൊക്കെ ഉണ്ട്. മോയിൻകുട്ടി വൈദ്യരാണ്. എല്ലാ മാപ്പിളപ്പാട്ടിലും തുടക്കത്തിൽ നമ്മളെ കലോത്സവമൊക്കെ ഉണ്ടാവില്ല, സ്റ്റേറ്റ് കലോത്സവം, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലൊക്കെ കലോത്സവങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം തന്നെ വന്നിട്ട് പറയും മോയിൻകുട്ടി വൈദ്യരുടെ ഏതാനും ചില വരികളിൽ നിന്ന് ഞാൻ ചില പാട്ട് പാടുന്നു എന്ന് പറഞ്ഞിട്ട് മാപ്പിളപ്പാട്ട് പറയാറുണ്ട്. മാപ്പിളപ്പാട്ടിയുടെ ഒരു പ്രശസ്തനായ ഒരു കവിയാണ് ആരെന്ന് പറയുന്നത്? മോയിൻകുട്ടി വൈദ്യർ എന്ന് പറഞ്ഞത്. മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏതാണ്? അത് വീണപൂവാണ്. ഈ കഥകളിയുടെ സാഹിത്യ രൂപം ഏതായിരുന്നു? ആട്ടക്കഥ അല്ലെ. നളചരിത ആട്ടക്കഥ ഒക്കെ നമ്മൾ കേട്ടില്ലേ. അപ്പൊ നമ്മുടെ കഥകളിയുടെ സാഹിത്യ രൂപമാണ്. കഥകളി എന്ന് വെച്ചാൽ ഒരു ആർട്ട്, ഒരു പെർഫോമൻസ് ആണ്. അതിന്റെ ഒരു സാഹിത്യ രൂപമാണ് ഏതെന്ന് പറയുന്നത്? ആട്ടക്കഥ എന്ന് പറഞ്ഞ്. സ്വന്തം പിതാവിന്റെ മരണം പശ്ചാത്തലമാക്കി വയലാർ രചിച്ച ഭാവകാവ്യം ഏതാണ്? സ്വന്തം പിതാവിന്റെ മരണം പശ്ചാത്തലമാക്കിയിട്ട് ആത്മാവിൻ ഒരു ചിന്ത, പേരിൽ തന്നെ ഉണ്ടല്ലേ. മാപ്പിള ലഹള നടന്നിട്ടില്ലേ മക്കളെ? നമ്മളിവിടെ 1921 മലബാർ ലഹള അല്ലെങ്കിൽ കർഷക കലാപം എന്നൊക്കെ അറിയപ്പെട്ട ഒരു കലാപം ഉണ്ടായിരുന്നു. അതിന് പശ്ചാത്തലത്തിൽ ആശാൻ എഴുതിയ ഖണ്ഡകാവ്യമാണ് ദുരവസ്ഥ എന്ന് പറയും. ഓക്കെ, ദുരവസ്ഥ. പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ എന്ന ജീവചരിത്രം ആരെക്കുറിച്ചുള്ളതാണ്? അത് EMSനെ കുറിച്ചുള്ള, നമ്മുടെ മുഖ്യമന്ത്രി EMSനാണ്. ഇനി കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ. അതുപോലെ തന്നെ എഴുത്തച്ഛൻ പുരസ്കാരം വീട്ടിൽ കൊണ്ടുവന്ന് തന്നാൽ മാത്രമേ താൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് നിർബന്ധം പിടിച്ചേക്കാം. എടാ
സമ്മതിച്ചിരിക്കുന്നു. ഞാൻ ഒന്ന് ആലോചിച്ചോക്കാം, എഴുത്തച്ഛൻ പുരസ്കാരം വീട്ടിൽ കൊണ്ടുവരണം, അല്ലാതെ ഞാൻ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യില്ല, വന്ന് വാങ്ങൂല എന്ന് പറഞ്ഞു. നമ്മളൊക്കെ ഒരു സ്റ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ ഓടിപ്പോകുന്ന ആളല്ലേ. എന്നാൽ നമ്മുടെ പൊൻകുന്നം വർക്കി പറഞ്ഞതാണ്, എഴുത്തച്ഛൻ പുരസ്കാരം എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഓക്കെ, എൻ്റെ വീട്ടിൽ കൊടുന്നാൽ മാത്രമേ താൻ സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞു. ആ വ്യക്തിയാണ് ആരെന്ന് പറഞ്ഞ് പൊൻകുന്നം വർക്കി. അതുപോലെ തന്നെ രാമചരിത മാനസം രചിച്ച തുളസീദാസ് ആയിരുന്നു കേട്ടോ. ഇനി ആട്ടക്കഥ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? അത് കൊട്ടാരക്കര തമ്പുരാനാണ്. ഇനി കുട നന്നാക്കുന്ന ചോയി എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാരാണ്? അത് എം മുകുന്ദനാണ്. കുട നന്നാക്കുന്ന ചോയി എന്ന കഥാപാത്രമാണ്, കഥ അല്ലട്ട പറയുന്നത്. കഥാപാത്രം അതിൽ ഏത് അല്ലെങ്കിൽ ഏത് കഥയിലാണെന്ന് ചോദിച്ചാൽ കഥ ഉണ്ട്, പക്ഷേ കഥാപാത്രം ആരാണ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ അത് എം മുകുന്ദനാണ്. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവാരാണ്? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ നമ്മളെ നവോത്ഥാന നായകരുണ്ട്, ശ്രീനാരായണ ഗുരു, അയ്യപ്പന്മാര്, ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്ന മക്കളെ, സ്വാമികൾ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കും ഒന്നിൽ കൂടുതൽ ആളുകളുടെ ഒരു വ്യക്തിയാണ്. ബഹുമാനപൂർവ്വം നമ്മൾ വിളിക്കുന്നതാണ് ചട്ടമ്പി സ്വാമികൾ എന്ന് കേട്ടോ. ഇനി രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ച കൃതി ഏതാണ്? ഗീതാഞ്ജലിക്കാണ് രവീന്ദ്രനാഥ ടാഗോറിന് എന്ത് കിട്ടുന്നത്? നോബൽ സമ്മാനം കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ മരണത്തിൽ മനംനൊന്ത് വള്ളത്തോൾ രചിച്ച കാവ്യം ഏതാണ്? അത് ബാപ്പുജി എന്നായിരുന്നു. ബാപ്പുജി എന്നുള്ള രചിച്ച ഒരു കാവ്യം ഉണ്ടായിരുന്നു. ആരാ രചിച്ചത്? വള്ളത്തോളം. നമ്മുടെ മഹാത്മാഗാന്ധിയെ എന്ത് വെടിവെച്ച് കൊന്നില്ല, നാഥുറാം വിനായക് ഗോഡ്സെ എന്ത് ചെയ്തു? വെടിവെച്ച് കൊന്നതാണ്. അപ്പോൾ വെടിവെച്ച് കൊന്നതിൽ അതിൽ മരണപ്പെട്ടപ്പോൾ മനം തൊന്നിട്ട് എഴുതിയ ഒരു കാവ്യമുണ്ടായിരുന്നു. ആ കാവ്യത്തിന്റെ പേരാണ് ബാപ്പുജി ആയിരുന്നു. ഇനി പൊൻകുന്നം വർക്കിയുടെ തൂലിക ചിത്രങ്ങൾ എന്ന കൃതിയിലെ നായിക ആരായിരുന്നു? അക്കമ്മ ചെറിയാൻ. അക്കമ്മ ചെറിയാൻ നമ്മുടെ കേരളത്തിലെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പോരാടിയ ആൾക്കാരാണ്. ആനി മസ്ക്രീൻ, അക്കമ്മ ചെറിയാൻ എന്നൊക്കെ പറഞ്ഞിട്ട്, കുട്ടിമാളു, AV കുട്ടിമാളു അമ്മ, അതിലെ അക്കമ്മ ചെറിയാനായിരുന്നു ഏതിലെ നായിക? തൂലിക ചിത്രങ്ങൾ. ആരുടെ? പൊൻകുന്നം വർക്കിയുടെ കേട്ടോ. ഇനി ഇബ്നു ബത്തൂത്ത കഥാപാത്രമാവുന്ന ആനന്ദിന്റെ നോവൽ ഏതാ? ഗോവർദ്ധന്റെ യാത്രകൾ. ഇബ്നു ബത്തൂത്ത എന്ന് പറഞ്ഞാൽ ഒരു യാത്രികനാണ്, സഞ്ചാരിയാണ് ഇബ്നു ബത്തൂത്ത. ഇനി വയലാറിന്റെ സഞ്ചാര സാഹിത്യ കൃതിയുടെ പേരെന്താണ്? പുരുഷാന്തരങ്ങളിലൂടെ. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാണ്? ഇത് എക്സാം എന്ന് പറയുന്നത് മക്കളെ നിങ്ങളുടെ ക്വിസ് കോമ്പറ്റീഷൻ എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാണ്? ആ രാഷ്ട്രീയ നാടകമാണ് ഏതെന്ന് പറയുന്നത്? പാട്ടബാക്കി എന്ന് പറയുന്നത്. പാട്ടബാക്കി നാടകത്തിന്റെ രചയിതാവാരാണ്? ആരാണ് രചിച്ചത് പാട്ടബാക്കിയുടെ? അത് K ദാമോദരാണ്. പാട്ടബാക്കി എന്താണ്? കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമായിരുന്നു ഇത് പാട്ടബാക്കി. ആ പാട്ടബാക്കി എന്ന നാടകം രചിച്ചത് K ദാമോദരനാണെങ്കിൽ ആത്മകഥ നോവലായി രചിച്ച നോവലിസ്റ്റ് ആരാണ്? SK പൊറ്റക്കാട്. ആത്മകഥ നോവലാക്കിയിട്ട് അതെന്ത് ചെയ്തു? അത് രചിച്ച നോവലിസ്റ്റ്, ആത്മകഥ നോവലായി രചിച്ചത് ആരായിരുന്നു? നമ്മുടെ SK പൊറ്റക്കാട്. ഇനി കണ്ണൻ എന്ന കാളയെ കേന്ദ്രമാക്കി പൊൻകുന്നം വർക്കി രചിച്ച ശ്രദ്ധേയമായ ചെറുകഥ ഏതാണ്? ശബ്ദിക്കുന്ന കലപ്പ. ശബ്ദിക്കുന്ന കലപ്പ. അപ്പൊ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അതിൽ. അപ്പുക്കിളി എന്ന ഏത് നോവലിലെ കഥാപാത്രമാണ് അപ്പുക്കിളി? അത് ഖസാക്കിന്റെ ഇതിഹാസമായിരുന്നു. ഖസാക്കിന്റെ ഇതിഹാസമാണ്. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തിലെ ഒരു കഥാപാത്രമാണ് ആരെന്ന് പറയുന്നത്? അപ്പുക്കിളി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സുഭദ്ര ഏത് നോവലിലെ കഥാപാത്രമായിരുന്നു? മാർത്താണ്ഡവർമ്മയിലെ കഥാപാത്രമാണ് കേട്ടോ. ഓക്കെ, ഇനി മജീദ് നായകനായി വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച നോവൽ ഏത്? ഇതൊക്കെ വായിക്കുമ്പോൾ ഞാൻ എൻ്റെ ചെറിയ ക്ലാസ്സിലേക്ക് എൻ്റെ മൈൻഡ് ഇങ്ങനെ പോവാണ്. അന്നൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു ചെറിയ ക്ലാസ്സിലേക്ക് അല്ലേ. അപ്പോൾ ആ മജീദ് നായകനായി വൈക്കം മുഹമ്മദ് ബഷീറാണ് ബാല്യകാല സഖി. അന്ന് ഞാൻ പഠിച്ച പാത്തുമ്മയുടെ ആട്, എൻ്റെ ഉപ്പയൊക്കെ ഒരു ആന ഉണ്ടായിരുന്നു, അതൊക്കെ പഠിച്ചിരുന്നു. അതുപോലത്തെ ബാല്യകാല സഖിയിലെ ഒരു നായകനാണ് ആരെന്ന് പറയുന്നത്? മജീദ്. ആരുടെയാണ് ആ കൃതി? അത് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആയിരുന്നു. ഈ ഇന്ത്യ വിഭജനം, ഇന്ത്യ പാകിസ്ഥാനൊക്കെ എന്ത് ചെയ്ത് വിഭജനം നടത്തിയിരുന്നു. അതിനെ അടിസ്ഥാനമാക്കി P കേശവദേവ് രചിച്ച ഒരു നോവൽ ഉണ്ടായിരുന്നു, അതാണ് ഭ്രാന്താലയം. ശരിക്കും അതൊരു ഭ്രാന്താലയം തന്നെയല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യ പാകിസ്ഥാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മതത്തിന്റെ പേരിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ച് ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നു, ഒരുപാട് ആളുകൾ സ്ത്രീകൾ പീഡനത്തിനിരയാകുന്നു, ഒരുപാട് കുട്ടികൾ വഴിയാതരമാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് രചിച്ച ഒരു നോവലായിരുന്നു. ആരാ രചിച്ചത്? P കേശവദേവ് രചിച്ച ഒരു നോവലാണ് ഭ്രാന്താലയം എന്ന് പറയുന്നത്. യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത നോവൽ എഴുതിയതാര്? യുദ്ധവും സമാധാനം ടോൾസ്റ്റോയ് ആണ് കേട്ടോ, ടോൾസ്റ്റോയ് ആണ്. ഇനി വന്ദേ മാതരം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ബങ്കിചന്ദ്ര ചാറ്റർജിയുടെ നോവല് ആനന്ദമഠം. EMS നമ്പൂതിരിപ്പാടിനെ പരാമർശിക്കുന്ന എം മുകുന്ദന്റെ കൃതി ഏതാണ് മക്കളെ? കേശവന്റെ വിലാപങ്ങൾ. അതുപോലെ തന്നെ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ നാടകം കഥാബീജമാണ്. ഓക്കെ, ഇനി കാളിദാസനെ നായകനാക്കി ഉജ്ജയിനി എന്ന കവിത രചിച്ചതാരാണ്? ONV കുറിപ്പ്. ദാസൻ കഥാപാത്രമാകുന്ന എം മുകുന്ദൻ നോവൽ ഏതാണ്? മഴയപ്പുഴയുടെ തീരങ്ങൾ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നില്ലേ, മഴയപ്പുഴയുടെ തീരങ്ങളിൽ നിന്ന് നല്ല ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. നിങ്ങൾ പഠിച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? മഴയപ്പുഴയുടെ തീരങ്ങൾ രചിച്ചതാരാണ്? M മുകുന്ദനാണെന്ന് ഓർത്തു വെച്ചോണ്ട് മക്കളെ. എനിക്ക് ഒരുപാട്, ഞാൻ 7 ക്വിസ് കോമ്പറ്റീഷനിൽ 8ലും 9ലൊക്കെ പങ്കെടുത്ത ആളാണ്. അതിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് മക്കൾ. അന്നും ചോദിച്ചിട്ടില്ല, എന്നാൽ ഇന്നും ചോദിക്കാം. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവൽ രചിച്ച, ഞാൻ വെച്ചു ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞാണെന്നല്ലേ നിങ്ങൾ വിചാരിച്ചോ? ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവൽ ആരാണ്? PK ബാലകൃഷ്ണൻ ആണെങ്കിൽ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? അവകാശികളാണ്.
ഭൂമിയുടെ അവകാശികളുടെ അവകാശികൾ വേറെ തന്നെ ഉണ്ട്. മലയാളത്തിൽ ഏറ്റവും വലിയ നോവൽ ഏതാണെന്ന് വെച്ചാൽ അത് അവകാശികളാണ്. ഇനി നായ എന്നുള്ള ജീവി കഥാപാത്രമാകുന്ന വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയുടെ രചയിതാവ് ആരാണ്? തകഴി ശിവശങ്കരപ്പിള്ളാണ്. തകഴി ശിവശങ്കരപ്പിള്ള. എടാ നമുക്ക് വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ നമ്മൾ ജീവികളൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് അയച്ചു വിട്ടെങ്കിലും കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ ചിലപ്പോൾ കൂട്ടിലിട്ടുണ്ടാവും, ചിലപ്പോൾ കെട്ടിയിട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനെന്താ ചെയ്യില്ല, സംസാരിക്കാൻ കഴിയുമോ? എന്നെ അയച്ചു വിടുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മളെ ചിലപ്പോൾ വലിയ വലിയ റെസ്ക്യൂ ടീമുകളും നമ്മളെ ഹെലികോപ്റ്ററൊക്കെ വന്നിട്ട് നമ്മളെ രക്ഷിച്ചുകൊണ്ട്. അപ്പോൾ അതിൻ്റെ പക്ഷേ ഈ നായ, കോഴി, പശുക്കളൊക്കെ നമ്മൾ വളർത്തുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ മാക്സിമം അയച്ചു വിട്ടു കൊടുക്കണം. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെപ്പോലെ തന്നെയാണ് അവർ. അപ്പോൾ അവരെയൊക്കെ ഒന്ന് സേഫ് ആക്കി കൊടുക്കണം. അതുപോലെ തന്നെ കാളക്കുട്ടി കഥാപാത്രമാകുന്ന മാണിക്യൻ എന്ന കഥ എഴുതിയതാരാണ്? ലളിതാംബിക അന്തർജനം. ആരായിരുന്നു? ലളിതാംബിക അന്തർജനം. ഇനി തൃക്കോട്ടൂരിന്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? UA ഖാദർ. ചിലപ്പോൾ ചോദിക്കും, തൃക്കോട്ടൂരിന്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് UA ഖാദർ എന്ന് പറയട്ടോ. SK പൊറ്റക്കാട് രചിച്ച നാടകം ഏതായിരുന്നു? അത് അച്ഛനായിരുന്നു. കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? P കുഞ്ഞിരാമൻ നായർ. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ പുസ്തകത്തിന്റെ പേര് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, വർത്തമാന പുസ്തകം. ഈ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ, ഓൾറെഡി ക്വസ്റ്റ്യൻ ഇതിലേക്ക് കയറി വന്നാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ നമ്മുടെ ഇന്ദുലേഖയാണ്. ഇത് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവട്ടെ. നിങ്ങൾ ക്വസ്റ്റ്യൻ റെഡി ആയി നിന്ന വായനാ ദിനത്തിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്നറിയപ്പെടുന്നത് ഇന്ദുലേഖയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം ഏതായിരുന്നു? പെരുങ്കുളം ഗ്രാമം. കോട്ടയം തന്നെയാണ്. കോട്ടയത്താണല്ലോ PN പണിക്കർ ജനിച്ചത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പുസ്തക ഗ്രാമം ഏതാണ്? കോട്ടയമാണ് കേട്ടോ. മലയാള സാഹിത്യ ചരിത്രം എഴുതിയ കവി ആരാണ്? ഉള്ളൂർ S പരമേശ്വരൻ. മഹാകാവ്യം എഴുതാതെ മഹാകവി ആയതും ആരാണ്? കുമാരനാശൻ. അപ്പൊ മലയാള സാഹിത്യം രചിച്ച സാഹിത്യ ചരിത്രം എഴുതിയ കവി ആരാണെന്ന് വെച്ചാൽ അത് ഉള്ളൂർ S പരമേശ്വരയാണെങ്കിൽ മഹാകാവ്യം എഴുതി കഴിഞ്ഞാൽ എന്താവുള്ളൂ? മഹാകവി വള്ളത്തോൾ, മഹാകവി അങ്ങനെ അറിയപ്പെടുള്ളൂ. അപ്പൊ മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവി ആയത് ആരാണെന്ന് വെച്ചാൽ അത് കുമാരനാശനാണ്. ഇനി മാലി എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്? P മാധവൻ നായർ. അപ്പം മക്കളെ, കുറച്ച് ആളുകളുടെ പേര് അവരറിയപ്പെടുന്ന പേരുകളുണ്ട്. ഇപ്പം നമ്മളെ പല പേരിൽ അറിയപ്പെടില്ലേ? നിങ്ങൾക്കൊക്കെ ഉണ്ടാവില്ല പല ഇരട്ട പേരുകൾ. അതുപോട്ടെ, നിങ്ങൾക്കുള്ളിൽ തന്നെ ചിരി വരുന്നുണ്ടാവില്ലേ പണ്ടുണ്ടായ ഇരട്ട പേരുകളൊക്കെ ആലോചിക്കും. അപ്പോൾ ഇത് ഇരട്ട പേരുകളൊന്നുമല്ല, അവരറിയപ്പെടുന്ന പേരുകൾ എങ്ങനെയാണ്? മാലി എന്ന പേരിൽ അറിയപ്പെടുന്നത് V മാധവൻ നായരാണ്. അപ്പം മാധവൻ നായർ മാലി ഒരു കണക്ഷൻ ഉണ്ട് അല്ലേ? മാധവൻ നായർ മാലി. കേരള വാത്മീകി എന്നറിയപ്പെടുന്ന ആരാണ്? അതിൽ വാ ഉണ്ട്, വള്ളത്തോളിൽ എന്തുണ്ട്? വാ ഉണ്ട്. അതങ്ങോട്ട് ആലോചിച്ചാൽ മതി. വള്ളത്തോൾ, അതിനാണ് കേരള വാത്മീകി എന്നറിയപ്പെടുന്നത്. ആരായിരുന്നു? വള്ളത്തോൾ നാരായണ മേനോൻ. അതുപോലെ തന്നെ കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മയാണ്. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേസരി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ്. ബേപ്പൂർ സുൽത്താൻ, ഇതെന്തായാലും ചോദിക്കും കേട്ടോ, ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ്, അത് വൈക്കം മുഹമ്മദ് ബഷീറിനാണ് ബേപ്പൂർ സുൽത്താൻ അറിയപ്പെടുന്നത്. ഈ ദേശീയ ഗായകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാള കവി ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. ദേശീയ കവി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ. അപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ നല്ല കവിയും കൂടി ആയിരിക്കില്ല, അടിപൊളിയാകും. ആദ്യ കാവ്യം എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? രാമായണമാണ്. രാജ്യസഭയിൽ അംഗമായ, ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും, രാജ്യസഭയിൽ അംഗമായ ആദ്യ മലയാള കവി ആരാണെന്ന് വെച്ചാൽ അത് G ശങ്കരക്കുറിപ്പാണ്. അതുപോലെ മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി ആരായിരുന്നു? അത് ചെറുശ്ശേരിയാണ്. ഭൂതപ്പാട്ട് എഴുതിയത് ആരാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ. എടാ നമ്മൾ നമ്മുടെ കുറേ ഹാബിറ്റുകൾ, നമുക്ക് നമ്മളതായിട്ടുള്ള കുറേ വേണ്ടാത്ത സ്വഭാവങ്ങളുണ്ട്. അത് നമ്മളെ തന്നെ മാറ്റണം. അല്ലെങ്കിൽ സ്വയം നന്നാവാൻ റെഡി ആയിട്ടില്ലെങ്കിൽ നമ്മളെ വേറെ ആൾ മാറ്റുന്ന പോലെയല്ല, നമ്മൾ തന്നെ ഇല്ലാതാവുന്നതാണ്. അതാണ് ആര് പറഞ്ഞത്? കുമാരനാശൻ പറയുന്നത്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ. അത് നിങ്ങളെ തന്നെ മാറ്റും. നമ്മളിപ്പോൾ ഒരു വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക, ഞാനൊരു വെള്ളം അടിക്കുന്നത് അല്ലെങ്കിൽ നല്ല കള്ളുകൂടിയനാണെങ്കിൽ അത് നമ്മൾ മാറ്റാൻ റെഡി ആയിട്ടിരിക്കുന്ന ഞാൻ എന്തായിരിക്കും? ഭാവിയിൽ നല്ല കള്ളുകൂടിയനായി തീരേണ്ടാവുള്ളൂ. അപ്പം നമ്മൾ സ്വയം മാറുക എന്നുള്ളതാണ് ആര് പറയുന്നത്? കുമാരനാശൻ. ഏതാണ്? അപ്പോൾ ആ വരികളുടെ ആരുടെയാണ്? പ്രസിദ്ധമായ വരിയാണ്, എല്ലാ പ്രസംഗങ്ങളിലേക്കൊക്കെ കേൾക്കാൻ പറ്റും. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ എന്നാണ്. ആരുടെ വരികളാണ്? കുമാരനാശൻ. ഇനി ഓർമ്മയുടെ തീരങ്ങളിൽ ആരുടെ ആത്മകഥയാണ്? തകഴി ശിവശങ്കരപ്പിള്ള. അതുപോലെ തന്നെ ആശാമേനോൻ എന്നറിയപ്പെടുന്ന ആരാണ്? K ശ്രീകുമാർ. നന്ദനാർ എന്നറിയപ്പെടുന്നത് PC ഗോപാലൻ. NV എന്നറിയപ്പെടുന്നത് NV കൃഷ്ണവാര്യർ. ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ല, ആലോചിച്ചിട്ട് തന്നെ നിങ്ങൾ എഴുതി വെക്കണം. ആനന്ദ് ആരുടെ തൂലിക നാമം ആരാണ്? സച്ചിദാനന്ദൻ. പേരിൽ തന്നെ ഉണ്ട് ആനന്ദ്. സച്ചിദാനന്ദന്റെ തൂലിക നാമമാണ് ആനന്ദ് അല്ലേ? അതുപോലെ തന്നെ സാഹിത്യത്തിന് നോബൽ സമ്മാനം നേടിയ യൂറോപ്യൻ അല്ലാത്ത ആദ്യ വ്യക്തി ആരാണ്? ഏഷ്യക്കാരൻ അല്ലെങ്കിൽ ആദ്യ വ്യക്തി. യൂറോപ്യന്മാർക്കാണ് എപ്പോഴും സാഹിത്യത്തിന് എന്ത് കിട്ടുന്നത്? നോബൽ സമ്മാനം കിട്ടുന്നത്. പക്ഷെ നമുക്ക് കിട്ടിയ ഒരു ഏഷ്യക്കാരൻ തന്നെയാണ് നമ്മുടെ യൂറോപ്പിന് പുറത്തുനിന്ന് ഒരാൾക്ക് കിട്ടിയിട്ടുള്ളത്. അതാരാണ്? ആദ്യത്തെ ആരാണ്? അത് രവീന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു. രവീന്ദ്രനാഥ് ടാഗോറിനാണ് ആദ്യത്തെ നോബൽ സമ്മാനം കിട്ടുന്ന ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത്.
ഈ രാമചരിതമാനസം എഴുതിയതാരം ഓൾറെഡി പറഞ്ഞാണ് തുളസിദാസ്. രവീന്ദ്രനാഥ ടാഗോർ അന്തരിച്ച വർഷം 1941. അപ്പൊ രവീന്ദ്രനാഥ ടാഗോർ സാറേ ഇതിപ്പോൾ ആവശ്യമുണ്ടോ എടാ ചോദിക്കും. കാരണം രവീന്ദ്രനാഥ ടാഗോറാണ് ആദ്യമായിട്ട് യൂറോപ്യൻകാരനിലല്ലാത്ത ഇന്ത്യക്കാരനൊക്കെ ഒരാൾക്ക് കിട്ടിയത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. ഇനി ഇംഗ്ലീഷിൽ എഴുതുന്ന പഞ്ചാബി എഴുത്തുകാരി ആരാണ്? ഇംഗ്ലീഷിലാണ് എഴുതുന്ന പഞ്ചാബി എഴുത്തുകാരാണ് അമൃത പ്രീതം. അമൃത പ്രീതം. അമൃത്സർ എന്നുള്ള സ്ഥലമൊക്കെ ഉണ്ട് പഞ്ചാബിൽ, നല്ല പേര് കേട്ട വാഗൺ രാജൻ ഞാൻ പറഞ്ഞത്. ജാലിയൻ വാലാബാഗ് അല്ലേ, ജാലിയൻ വാലാബാഗ് ഒക്കെ നടന്ന അമൃത്സറിലാണ്. അപ്പൊ ആ അമൃത്സർ അങ്ങോട്ട് ആലോചിച്ചാൽ മതി. അമൃത പ്രീതമാണ് ഇംഗ്ലീഷിൽ എഴുതുന്ന പഞ്ചാബി എഴുത്തുകാരി. ഇനി മാലി എന്നറിയപ്പെടുന്ന നമ്മൾ ഓൾറെഡി പറഞ്ഞു വി മാധവൻ നായർ. ഉറൂബി എന്നറിയപ്പെടുന്ന PC കുട്ടിക്കൃഷ്ണനെയാണ്. അതുപോലെ തന്നെ രാജ്യങ്ങളിൽ നിരോധിക്കപ്പെടുന്ന പുസ്തകങ്ങൾക്ക് പറയുന്ന പേരെന്ത്? റെഡ് ബുക്ക് എന്നാണ്. ചില ബുക്കുകൾ രാജ്യത്തന്നെ നിരോധിക്കും, ആ ബുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഇറക്കാൻ പാടില്ല. ചിലപ്പോൾ തീവ്രവാദ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുക്കുകൾ, അങ്ങനത്തെ ബുക്കുകൾ ചിലപ്പം വേണ്ടാത്ത ബുക്കുകളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനത്തെ ബുക്കുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? നിരോധിക്കും. അങ്ങനത്തെ ബുക്കുകൾ അറിയപ്പെടുന്ന പേരാണ് റെഡ് ബുക്ക് എന്നാണ്. നമ്മൾ പറയില്ല അവർ റെഡ് ലിസ്റ്റിലുള്ള ആളാണ്, അങ്ങനെ പറയില്ല അവനെ നിരോധിക്കും, അങ്ങനെ ഒരു പേര് വരല്ലേ, അതേപോലെ റെഡ് ബുക്ക് എന്നാണ്. ഗീതാരഹസ്യം രചിച്ചത് ആരാന്ന് വെച്ചാൽ ബാലഗംഗാധര തിലകാണ്. അതുപോലെ തന്നെ നെൽസൺ മണ്ടേലയുടെ ആത്മകഥയുടെ പേരെന്താണ്? ലോങ് വാങ് ടു ഫ്രീഡം. ഇത് +2 പഠിക്കുന്നു, +1 പഠിക്കുന്നുണ്ട്. ഇനി സ്വാതന്ത്ര്യ സമര കഥയെ പശ്ചാത്തലമാക്കി തോപ്പിൽ ബാസി രചിച്ച നാടകം ഏതാണ്? മൂലധനം. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ കവി ആരാണ്? അതും ഉള്ളൂർ എസ് പരമേശ്വരയാണ്. കഥയില്ലാത്തവന്റെ കഥ ആരുടെ ആത്മകഥയാണ്? നല്ല പേരില്ലേ, കഥയില്ലാത്തവന്റെ കഥ NN പാലൂരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലബാർ മാനുവൽ എന്ന പ്രശസ്തമായ ചരിത്ര ഗ്രന്ഥം രചിച്ചത് വില്യം ലോഗനാണ്. നമ്മുടെ ഇവിടെ നടന്നില്ലേ മലബാർ കലാപമൊക്കെ നടന്നില്ലേ, അല്ലെങ്കിൽ മാപ്പിള കലാപങ്ങളൊക്കെ നടന്നില്ലേ മക്കളെ, കർഷക കലാപം 1921 ഫിലിം വരെ ഉണ്ട്, മമ്മൂട്ടിയാണ് അഭിനയിച്ചത്. അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ട് ഒരു മലബാർ മാനുവൽ എന്ന പ്രശസ്തമായ ചരിത്ര ഗ്രന്ഥം രചിച്ചത് വില്യം ലോഗനായിരുന്നു. ഇതിനെപ്പറ്റി പഠിക്കാൻ വന്ന ബ്രിട്ടീഷുകാരൻ വില്യം ലോഗനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എഴുതിയാണ് മലബാർ മാനുവൽ, അത് വില്യം ലോഗനാണ്. റഷ്യൻ വിപ്ലവ നേതാവായ ലെനിനെ പറ്റി ആദ്യമായി ലേഖനം എഴുതിയ മലയാള പ്രസിദ്ധീകരണം ആരാണെന്നല്ല, ഏതാണ്? സഹോദരനാണ്. ഏത് മഹാകവിയുടെ കവിതയാണ് കേരള പിറവി ദിനത്തിൽ ആലപിച്ചത്? വള്ളത്തോൾ നാരായണ മേനോന്റെ കേരള കവിതയാണ് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള പിറവിയുടെ അന്ന് എന്ത് ചെയ്തത്? ആലപിച്ചത്. ആരുടെയാണത്? വള്ളത്തോൾ നാരായണ മേനോന്റെ. ഇനി ഗാന്ധിജിയും ഗോഡ്സെയും ആരുടെ രചനയാണ്? NV കൃഷ്ണവാര്യർ അല്ലെ. ഗാന്ധിജിയെ കൊന്ന വ്യക്തിയാണ് ആര്? നാഥുറാം വിനായക് ഗോഡ്സെ. അപ്പൊ അവരുടെ കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു രചനയാണ് ആര് എഴുതിയത്? NV കൃഷ്ണവാര്യർ. കേരള ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? ഓൾറെഡി നമ്മൾ പറഞ്ഞു, ചില ക്വസ്റ്റ്യൻസ് ഉള്ളിൽ കയറി വരുന്നതാണ്, വീണ്ടും വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് അതിൽ പെട്ടുപോകുന്നതാണ്. നളചരിതം ആട്ടക്കഥയാണ്. എൻ്റെ നാടുകടത്തൽ ആരുടെ ആത്മകഥയാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതിന് വേണ്ടിയിട്ട് നാട് കടത്തിയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ. ആരുടെയാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടേത്. ഇനി മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ വാസനാവികൃതിയായിരുന്നു. വാസനാവികൃതി എന്ന ചെറുകഥ ആരാണ് രചിച്ചത്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. അതുപോലെ തന്നെ ലാസ്റ്റ് ഭാഗത്താണ് വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ച ശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയാണ്, പക്ഷെ അദ്ദേഹം എഴുതിയാണ്, പക്ഷെ അദ്ദേഹം അന്തരിച്ച ശേഷമാണ് ആ കൃതി പുറത്തേക്ക് വരുന്നത്. അതേതാണ്? യാ ഇലാഹി എന്നാണ്. ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാള നോവൽ, ഇത് ചോദിക്കട്ടോ നന്നായിട്ട്. ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാള നോവലാണ് അഗ്നിസാക്ഷിയാണ്. ആ ഒരു നോവലിനാണ് ഏറ്റവും കൂടുതൽ എന്ത് കിട്ടുന്നത്? അവാർഡുകൾ കിട്ടുന്നത്. ഇനി അവകാശികൾ എന്ന നോവൽ രചിച്ചവരാണ് വിലാസിനി. അതുപോലെ തന്നെ ബുദ്ധൻ കഥാപാത്രമാവുന്ന കുമാരനാശന്റെ കൃതി ഏതാണ്? ചണ്ടാല ഭിക്ഷുകി. ബുദ്ധൻ കഥാപാത്രമാകുന്ന നമ്മുടെ കുമാരനാശന്റെ കൃതിയാണ് ഏതെന്ന് പറയുന്നത്? ചണ്ടാല ഭിക്ഷുകി എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ ഇത്രയും ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇനിയും കുറെ ക്വസ്റ്റ്യൻ ഉണ്ട്, പക്ഷെ എല്ലാ ക്വസ്റ്റ്യനും കൂടി കേട്ട് കഴിഞ്ഞാൽ മക്കൾക്ക് എന്തായിരിക്കും? ഒരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും കൂടി നമ്മൾ ഇതിലിട്ടില്ല. പക്ഷെ ഒരുപാട് ഞാൻ പഠിക്കുമ്പോൾ ചോദിച്ചത്, എന്നാൽ ഇപ്പൊ ഒരുപാട് ടീച്ചേഴ്സ് ചോദിക്കുന്നതുമായിട്ടുള്ള കുറെ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിലിട്ടുള്ളത്. അപ്പൊ മക്കൾ എന്തായിരിക്കണം? നന്നായിട്ട് പഠിച്ച് നിങ്ങളെ വായനാ ദിന ക്വിസിൽ നിങ്ങളായിരിക്കണം ടോപ്പർ. നമ്മുടെ വീഡിയോ കണ്ട് ടോപ്പറായി എന്ന് പറയണം. അപ്പൊ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ കമന്റ് ബോക്സിലൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമന്റ് ഇടുക. പിന്നെ അതുപോലെ തന്നെ മക്കളെ നമ്മുടെ കമ്മ്യൂണിറ്റി ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കല്ല. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്യണം മക്കളെ. ഇത് ഒരു റിക്വസ്റ്റ് കൂടിയായിട്ട് നിങ്ങൾ കണക്കാക്കുക, കാരണം ഒരു അപേക്ഷയാണ്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് ഇതിൽ വേണ്ടപ്പെട്ട പല കാര്യങ്ങളും, നമ്മൾ സ്കൂൾ അവധിയുള്ള കാര്യങ്ങൾ, സ്കൂൾ എന്നാണ് ഓപ്പൺ ആവുക, സ്കൂളിൻ്റെ എക്സാമിന് എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിച്ചാൽ ടോപ്പർ ആവാൻ പറ്റും, എങ്ങനെ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് നല്ല വിജയത്തിലേക്ക് എത്താൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും അംബീഷൻ നമുക്ക് നേടിയെടുക്കാൻ പറ്റും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ വീഡിയോയിലൂടെ പറയും. അപ്പോൾ മക്കൾക്ക് നിങ്ങൾ തന്നെ ആവട്ടെ ക്ലാസ്സിലെ ടോപ്പർ, അല്ലെങ്കിൽ സ്കൂളിലത്തെ ടോപ്പർ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ നമ്മുടെ മക്കളിൽ ആരെങ്കിലൊക്കെ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ബൈ.